ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ളൊരു കട്ട്ലേറ്റാണ്. ഇതിനുവേണ്ടി കുരുകുരാന്നരിഞ്ഞ വാഴക്കൂമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുക്കുന്നു. ആവശ്യമായ സാധനങ്ങൾ: മുട്ട, കറിവേപ്പില, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, റസ്ക് പൊടിച്ചത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, സവോള, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴക്കൂമ്പിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ക്യാരറ്റും സവോളയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. അല്പം ഗരം മസാല ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അല്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കുക. 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് പൊടിച്ച് നന്നായിട്ട് ചേർക്കുക. 2 മുട്ട പൊട്ടിച്ചെടുക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ് കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ പരത്തിയെടുക്കുക. അതിനുശേഷം പൊട്ടിച്ച മുട്ടയിലേക്ക് മുക്കിയെടുക്കുക. നമുക്ക് റസ്ക് പൊടിയിൽ ചേർത്ത് അത് ചൂടായ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റാണ്. വാഴക്കൂമ്പ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഴക്കൂമ്പ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതും അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതും അതുപോലെ തന്നെ നിറയെ മിനറൽസും ഉള്ള ഒരു വെജിറ്റബിളാണ്. സോ ടേസ്റ്റി ഹെൽത്തി കട്ട്ലേറ്റ് റെഡി.